എല്ലാവർക്കും PSC ബേസിക്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2014 മുതൽ 2020 വരെ ചോദിച്ചിട്ടുള്ള ചോദ്യ പേപ്പറുകളിൽ നിന്നുള്ള ഭരണഘടന, അതുപോലെ നിയമങ്ങൾ, അതുപോലെ കമ്മീഷനുകൾ റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അങ്ങനെ ഞാൻ സെലക്ട് ചെയ്ത മൊത്തം 184 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തായാലും പ്രിലിമിനറി എക്സാമിനേഷൻ എഴുതാൻ പോവുകയാണ്. സിലബസ് എന്ന് പറയുമ്പോൾ ഒരു കുഞ്ഞ് സിലബസ് ആക്കി കുറച്ചിട്ടുണ്ട്, പക്ഷേ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് കൂടി വർക്കൗട്ട് ചെയ്തിരിക്കണം. അതിനായിട്ടാണ് ഞാൻ ഈ ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഒക്കെ ഈ പ്രിലിമിനറി എക്സാമിനേഷന് വർക്കൗട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ടെങ്കിൽ ഈ ക്വസ്റ്റ്യൻസ് കൂടി അവർക്ക് അയച്ചു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഷെയർ ചെയ്യുക. കൂടുതൽ ഇനി ഇതുപോലെ തന്നെ കറണ്ട് അഫയേഴ്സ്, അതുപോലെ തന്നെ നമ്മുടെ കേരള റിലേറ്റഡ് ഫാക്ട്സ്, ഇന്ത്യ റിലേറ്റഡ് ഫാക്ട്സ് ഒക്കെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യുന്നുണ്ട് വരും ക്ലാസ്സുകളിൽ. അതിനായിട്ട് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ചാനലിലും ഗ്രൂപ്പിൽ ഇതുവരെയും ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ PSC ബേസിക്സ് 1 എന്നുള്ളത് സെർച്ച് ചെയ്ത് നിങ്ങൾ ജോയിൻ ചെയ്യാനും ശ്രദ്ധിക്കാം. ഓക്കെ, അപ്പം നമ്മൾക്ക് നോക്കാം ഏതൊക്കെയാണ് ചോദിച്ച ക്വസ്റ്റ്യൻസ്, അവയുടെ ഉത്തരങ്ങൾ. ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ ഗവേണൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗമാണ്. ഭരണരംഗത്ത് ഇലക്ട്രോണിക് സാങ്കേതിക വിദ്യയുടെ ഉപയോഗം. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ലോക്പാൽ. ഞാൻ കണ്ട ക്വസ്റ്റ്യൻസിൽ ഏറ്റവും കൂടുതൽ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ് ലോക്പാലും ലോകായുക്തയും. അതുകൊണ്ട് തന്നെ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാനായിട്ട് മറക്കണ്ട. ദേശീയ തലത്തിൽ അഴിമതി തടയുന്നതിന് വേണ്ടി രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ലോക്പാൽ. പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം ഏത്? പോക്സോ നിയമം കേരളത്തിൽ നിലവിൽ വന്ന വർഷം 2012 മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അതിനെ ഹനിക്കാൻ ഒരു ഗവൺമെന്റിനും അവകാശമില്ല. ഇത് ആരുടെ വാക്കുകൾ? ഇത് ബേസ്ഡ് ഓൺ SCERT ബുക്കിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ്. ജോൺ ലോക്കാണ്. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നതെന്ന്? കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത് 1994 ഏപ്രിൽ 23 1994 ഏപ്രിൽ 23 കേരളത്തിൽ ത്രിതല പഞ്ചായത്ത് നിയമം നിലവിൽ വന്നത്. രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? രാജ്യസഭ അംഗമാകാനുള്ള കുറഞ്ഞ പ്രായപരിധി 30 വയസ്സാണ്. അഴിമതി തടയാനായി ദേശീയ തലത്തിൽ 1964 രൂപം നൽകിയ സ്ഥാപനം ഏത്? നേരത്തെ ചോദിച്ച ക്വസ്റ്റ്യൻ തന്നെയാണ്, പക്ഷേ വർഷം കൂടി എടുത്തു പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. 1964 രൂപം നൽകിയ സ്ഥാപനം ഏത്? ലോക്പാലാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ആരാണ്? പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആണിക്കല്ല് എന്നറിയപ്പെടുന്നത് മൗലിക അവകാശങ്ങളാണ്. ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ആര്? ഒരു ബില്ല് മണി ബില്ലാണോ എന്ന് തീരുമാനിക്കുന്നത് ലോക്സഭ സ്പീക്കറാണ്. ലോക്സഭ സ്പീക്കർ. സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിൽ പെടുന്നു? സെൻസസ് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലാണ് പെടുന്നത്? യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിന്ന് മനസ്സിലാക്കുക, യൂണിയൻ ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, ഇവയുടെ ഓരോ സബ്ജക്റ്റുകളും അറിഞ്ഞിരിക്കണം. യൂണിയൻ ലിസ്റ്റും സ്റ്റേറ്റ് ലിസ്റ്റും പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു കോഡ് ഞാൻ ഇട്ടിട്ടുണ്ട്, ഒരു സ്റ്റോറി പോലെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ മുകളിൽ ഐ ബട്ടൺ ജസ്റ്റ് പ്രസ് ചെയ്താൽ ഈ 2 സ്റ്റോറീസും പഠിച്ചിട്ട് യൂണിയൻ ലിസ്റ്റിലുള്ളതും ഏതാണ് സ്റ്റേറ്റ് ലിസ്റ്റിലുള്ളതും മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ആരൊക്കെ ഉൾപ്പെടുന്നു? ഇന്ത്യൻ വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്ന സമിതിയിൽ ഉൾപ്പെടുന്നത് ലോക്സഭ, രാജ്യസഭ അംഗങ്ങളാണ്. പ്രസിഡന്റ് ഇല്ല, രാജ്യസഭയിലെയും ലോക്സഭയിലെയും അംഗങ്ങളാണ് വൈസ് പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കുന്നത്. 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിച്ചത് എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്? 7ാം ഭേദഗതിയിലൂടെയാണ് സംസ്ഥാനങ്ങളെ 1956 ഭാഷയുടെ അടിസ്ഥാനത്തിൽ പുനഃസംഘടിപ്പിച്ചത്. ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് എന്തിനെ കുറിച്ചാണ്? ഭരണഘടനയിൽ വകുപ്പ് 324 പ്രതിപാദിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ പറ്റിയിട്ടാണ്.
അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഏത്? ഹേബിയസ് കോർപ്പസ്. അന്യായമായി തടവിൽ പാർപ്പിച്ചിരിക്കുന്ന ഒരാളെ സ്വതന്ത്രമാക്കുന്നതിനുള്ള റിട്ടാണ് ഹേബിയസ് കോർപ്പസ്. രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത് ആരുടെ വാക്കുകളാണ്? ജെർമി ബെന്താമിന്റെ വാക്കുകളാണ്. ജെർമി ബെന്താമിന്റെ വാക്കുകളാണ് രാഷ്ട്രത്തിന്റെ ലക്ഷ്യം ഏറ്റവും കൂടുതൽ പേർക്ക് ഏറ്റവും കൂടുതൽ നന്മ ചെയ്യലാണ് എന്നത്. ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ആര്? ഇന്ത്യയുടെ ഇപ്പോഴത്തെ ചീഫ് ജസ്റ്റിസ് ശരത് അരവിന്ദ് ബോബ്ഡെ അഥവാ എസ് എ ബോബ്ഡെ ആണ്. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ ആര്? തുഷാർ മേത്തയാണ്. ഇന്ത്യയുടെ നിലവിലെ സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത. ഇന്ത്യയിലെ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ ആര്? ഇന്ത്യയിലെ 15ാമത് ധനകാര്യ കമ്മീഷൻ ചെയർമാൻ NK സിംഗ് ആണ്. വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടന ഏത്? വിവരാവകാശ നിയമം നിലവിൽ വരാൻ പ്രവർത്തിച്ച സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ. സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് എന്ന്? സർക്കാർ സേവനങ്ങളുമായി ബന്ധപ്പെട്ട സേവനാവകാശ നിയമം കേരളത്തിൽ നിലവിൽ വന്നത് നവംബർ 1, 2012 സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ആര്? സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ വോട്ടർ ശ്യാം സരൺ നേഗിയാണ്. ശ്യാം സരൺ നേഗി. ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ്? ദേശീയ മനുഷ്യാവകാശ ദിനം എന്ന് ഡിസംബർ 10 ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ ആര്? ഇന്ത്യയിലെ ആദ്യത്തെ മനുഷ്യാവകാശ കമ്മീഷണർ രംഗനാഥ മിശ്രയാണ്. ജസ്റ്റിസ് രംഗനാഥ മിശ്ര. ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ഇന്ത്യൻ ഭരണഘടനയിൽ പാർലമെന്ററി ജനാധിപത്യം എന്ന ആശയം ഉൾപ്പെടുത്തിയത് ഏത് രാജ്യത്ത് നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ്. ഭരണഘടനയിൽ മൗലിക ചുമതലകൾ എന്നത് ഏത് ആർട്ടിക്കിളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഏത് ആർട്ടിക്കിളുമായാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? ആർട്ടിക്കിൾ 51A മൗലിക ചുമതലകൾ അഥവാ മൗലിക കടമകൾ ഉൾപ്പെട്ടിരിക്കുന്നത്. അടുത്തത് സുപ്രീം കോടതിയുടെ 46ാമത് ചീഫ് ജസ്റ്റിസായി നിയമിതനായ വ്യക്തി ആര്? 46ാമതെന്ന് ക്വസ്റ്റ്യൻ ഉണ്ട്. അപ്പോൾ ഓർമ്മിക്കുക, 46ാമത്തെ ചീഫ് ജസ്റ്റിസ് ആയിരുന്നത് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആണ്. ഇപ്പോൾ ഉള്ളത് എസ് എ ബോബ്ഡെ ആണ്. അതായത് നിലവിലെ എത്രാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ്? 47ാമത്തെ ചീഫ് ജസ്റ്റിസ് ആണ് എസ് എ ബോബ്ഡെ. 46ാമത്തേത് ആരായിരുന്നു? ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് ഏത് മൗലികാവകാശങ്ങൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ള ആശയമാണ്? ഏതാണ്? പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ എന്നത് സമത്വത്തിനുള്ള അവകാശം അഥവാ റൈറ്റ് ടു ഇക്വാലിറ്റിയിലുള്ള സംഭവമാണ് പൊതു നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പാക്കൽ. മൗലികാവകാശ സംരക്ഷണത്തിനായി സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും എത്ര തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം? മൗലികാവകാശ സംരക്ഷണത്തിനായിട്ട് സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും 5 തരത്തിലുള്ള റിട്ടുകൾ പുറപ്പെടുവിക്കാം. ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? ആഗസ്റ്റ് ക്രാന്തി ഭവൻ ഏത് ഓഫീസിന്റെ ആസ്ഥാനമാണ്? കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ആസ്ഥാനമാണ് ആഗസ്റ്റ് ക്രാന്തി ഭവൻ. തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് എന്ത്? തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി രാഷ്ട്രത്തലവനായുള്ള വ്യവസ്ഥയ്ക്ക് പറയുന്ന പേര് റിപ്പബ്ലിക് എന്നാണ്. നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ഏത്? നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത് ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി. ലോക്സഭ, രാജ്യസഭ, രാഷ്ട്രപതി എന്നിവരാണ് നിയമനിർമ്മാണ വിഭാഗത്തിൽ ഉൾപ്പെടുന്നത്. ഭരണഘടനയുടെ 61ാം ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഭരണഘടനയുടെ 61ാം ഭേദഗതി പ്രകാരമാണ് വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കിയത്. അതായത് എന്നാണ് 61ാം ഭേദഗതി പാസ്സാക്കുന്നത് വരെ എത്രയായിരുന്നു? 21 വയസ്സായിരുന്നു വോട്ടിംഗ് പ്രായം. എന്നാൽ വോട്ട് ചെയ്യാനുള്ള കുറഞ്ഞ പ്രായം 18 വയസ്സാക്കി കുറച്ചത് 61ാം ഭേദഗതിയിലൂടെയാണ്.
ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ ഏതൊക്കെ? ഭരണഘടനയിൽ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെ സംബന്ധിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പുകൾ 25 മുതൽ 28 വരെയുള്ള ആർട്ടിക്കിളുകളാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. പ്രധാനമന്ത്രിയാവാനുള്ള കുറഞ്ഞ പ്രായം എത്ര? പ്രധാനമന്ത്രിയാവാനുള്ള കുറഞ്ഞ പ്രായം 25 വയസ്സാണ്. രാജ്യസഭയുടെ കാലാവധി എത്ര? രാജ്യസഭ ഒരു സ്ഥിരം സഭയാണ്, പ്രത്യേകിച്ച് കാലാവധിയൊന്നുമില്ല. കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം. ആസൂത്രണം. താഴെ തന്നിരിക്കുന്നവയിൽ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയത്തിന് ഉദാഹരണം എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. അതിനകത്ത് ആസൂത്രണം അഥവാ പ്ലാനിങ് കൺകറന്റ് ലിസ്റ്റിൽ പെട്ടതായിരുന്നു. ഓക്കെ, അടുത്തത് ലോക്സഭയിൽ 0 അവറിൻ്റെ ദൈർഘ്യം എത്ര? അരമണിക്കൂറാണ് ലോക്സഭയിലെ 0 അവറിൻ്റെ ദൈർഘ്യം. വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഭരണഘടനാ ലിസ്റ്റ് ഏത്? വിദ്യാഭ്യാസം ഉൾപ്പെടുന്ന ഭരണഘടനാ ലിസ്റ്റ് കൺകറന്റ് ലിസ്റ്റാണ്. ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം എത്ര? ഇന്ത്യയിലെ ഹൈക്കോടതികളുടെ എണ്ണം 25 ലോക്സഭയിലെ ശൂന്യവേളയുടെ തുടക്കം എത്ര? ലോക്സഭയിലെ ശൂന്യവേളയുടെ തുടക്കം 12 മണിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖമാണ്. പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം നൽകുന്ന വകുപ്പ് ഏത്? പാർലമെന്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യാനുള്ള അധികാരം നൽകുന്ന വകുപ്പാണ് അനുച്ഛേദം 368. ആർട്ടിക്കിൾ 368 പ്രകാരമാണ് പാർലമെന്റ് ഭരണഘടനയ്ക്ക് ഭേദഗതി ചെയ്യാനുള്ള അധികാരം ലഭിച്ചിരിക്കുന്നത്. സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് ആര്? സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി ബഡ്ജറ്റ് അവതരിപ്പിച്ചത് R.K. ഷൺമുഖം ചെട്ടിയാണ്. R.K. ഷൺമുഖം ചെട്ടി. തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ഭരണഘടനാ വകുപ്പ് ഏത്? തൊട്ടുകൂടായ്മയ്ക്കെതിരെയുള്ള ഭരണഘടനാ വകുപ്പ് 17 ആർട്ടിക്കിളാണ്. അനുച്ഛേദം 17. സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? സർവീസിൽ നിന്നും വിരമിച്ച ആരെയാണ് ഓംബുഡ്സ്മാനായി നിയമിക്കുന്നത്? ഹൈക്കോടതി ജഡ്ജിയെയാണ് ഓംബുഡ്സ്മാനായിട്ട് നിയമിക്കുന്നത്. ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആര്? ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ ആര്? ഭഗവാൻ ലാൽ സാഹ്നിയാണ്. ഭഗവാൻ ലാൽ സാഹ്നിയാണ് നിലവിലെ ദേശീയ പിന്നാക്ക കമ്മീഷൻ ചെയർമാൻ. അടുത്ത ക്വസ്റ്റ്യൻ, രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, രാജ്യസഭയിലേക്കുള്ള അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം എന്നിവയ്ക്ക് നാം കടംപെട്ടിരിക്കുന്ന ഭരണഘടന ഏത്? രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പ്, പിന്നെ രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുവാനുള്ള പ്രസിഡന്റിന്റെ അധികാരം, ഇവ നാം കടമെടുത്തിരിക്കുന്നത് അയർലൻഡ് ഭരണഘടനയിൽ നിന്നാണ്. അയർലൻഡ്. ഓർഡിനൻസ് പുറപ്പെടുവിക്കാൻ അധികാരം ആർക്കാണ്? ഓർഡിനൻസ് പുറപ്പെടുവിക്കാനുള്ള അധികാരം ഗവർണർക്കാണ്. ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആര്? ലോക്സഭയുടെ ആദ്യത്തെ സ്പീക്കർ ആര്? GV മാവിലങ്കാറാണ്. GV മാവിലങ്കാറാണ് ലോക്സഭയുടെ ആദ്യ സ്പീക്കർ. ഭരണഘടനയുടെ എത്രാമത്തെ ഷെഡ്യൂളിലാണ് ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഭാഷകൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിലാണ്. 8ാം ഷെഡ്യൂളിലാണ് ഭാഷകൾ. ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതി. രാഷ്ട്രപതിയാണ് ധനകാര്യ കമ്മീഷനെ നിയമിക്കുന്നത്. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം നിലവിൽ വന്ന വർഷം 1986. ഇപ്പോൾ 2020 പുതിയ വിദ്യാഭ്യാസ നയം വീണ്ടും വന്നിട്ടുണ്ട്. അത് നിലവിൽ വന്നിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ പുതിയ ദേശീയ വിദ്യാഭ്യാസ നയം ഇപ്പോഴുള്ളത് നിലവിൽ വന്നത് 1986. കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം നിക്ഷിപ്തമായിരിക്കുന്നത് ആർക്ക്? കൺകറന്റ് ലിസ്റ്റിൽപ്പെട്ട വിഷയങ്ങൾക്ക് കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകൾ സംയുക്തമായിട്ടാണ് നിയമനിർമ്മാണം നടത്തുന്നത്.
അടുത്തത് 2005 നിലവിൽ വന്ന വിവരാവകാശ നിയമത്തിന്റെ നിർമ്മാണത്തിലേക്ക് നയിച്ച മസ്ദൂർ കിസാൻ ശക്തി സംഗഠൻ എന്ന സംഘടനയുടെ പ്രവർത്തനമാണ്. ഏത് സംസ്ഥാനം കേന്ദ്രമാക്കിക്കൊണ്ടാണ് ഈ സംഘടന പ്രവർത്തിച്ചത്? രാജസ്ഥാൻ കേന്ദ്രമാക്കിക്കൊണ്ടാണ്. നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത് എന്നാണ്? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ പ്രവർത്തനം ആരംഭിച്ചത് 2010 ഒക്ടോബർ 18-നാണ്. 2010 ഒക്ടോബർ 18-ന്. ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിൾ ഏത്? ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട ഭരണഘടനാ ആർട്ടിക്കിളാണ് 324. കേരള സംസ്ഥാനത്തെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? കേരള സംസ്ഥാനത്തെ ആദ്യ മുഖ്യ വിവരാവകാശ കമ്മീഷണർ പാലാട്ട് മോഹൻദാസ്. തിരഞ്ഞെടുപ്പുകളിൽ നോട്ടാ സമ്പ്രദായം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വർഷം? തിരഞ്ഞെടുപ്പുകളിൽ നോട്ടാ സമ്പ്രദായം ഇന്ത്യയിൽ ഏർപ്പെടുത്തിയ വർഷം 2015. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം 2009-ലാണ്. വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത് ഓഗസ്റ്റ് 26-ന് രാഷ്ട്രപതി ഒപ്പുവെച്ചു. എന്നാൽ ഇത് നടപ്പിലായത് 2010-ലാണ്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ഭാഗത്താണ് മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? മൗലിക കടമകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 4A ഭാഗത്താണ്, കൂട്ടിച്ചേർക്കപ്പെട്ടതാണ്. അതുകൊണ്ടാണ് 4A ഭാഗത്ത് വന്നത്. ഓക്കെ, ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്നറിയപ്പെടുന്നത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935. ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ, ആശയങ്ങൾ ഇന്ത്യ കടമെടുത്തിരിക്കുന്നത് ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് 1935 നിന്നാണ്. അതുകൊണ്ടാണ് ഇതിനെ ഇന്ത്യൻ ഭരണഘടനയുടെ ബ്ലൂ പ്രിന്റ് എന്ന് അറിയപ്പെടുന്നത്. വിവരാവകാശ നിയമപ്രകാരം 2005 ആണ് വിവരാവകാശ നിയമം നടപ്പിലാക്കിയത്. ഈ വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക എത്ര? 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിന് അപേക്ഷകൻ അപേക്ഷാ ഫീസായി നൽകേണ്ട തുക 10 രൂപ. ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം എത്ര? ദേശീയ പട്ടികവർഗ കമ്മീഷനിൽ ചെയർമാൻ, വൈസ് ചെയർമാൻ ഉൾപ്പെടെ ആകെ മെമ്പർമാരുടെ എണ്ണം 5 കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്ന വർഷം 2012 നവംബർ 1-നാണ്. 2012 നവംബർ 1-നാണ് കേരളത്തിൽ സേവനാവകാശ നിയമം നിലവിൽ വന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ മെമ്പർ അല്ലാത്തതാര്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ മെമ്പർ അല്ലാത്തതാര്? എക്സ് ഒഫിഷ്യോ മെമ്പർ ആയിട്ടുള്ള ആൾക്കാരാണ് ഈ തന്നിരിക്കുന്ന ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർമാൻ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർമാൻ, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ ചെയർമാൻ, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ എന്നിവർ. അപ്പം ഈ 4 പേരും ഓപ്ഷനിൽ അല്ലാത്ത വേറെ ആരെങ്കിലും തന്നിട്ടുണ്ടെങ്കിൽ അവരൊന്നും എക്സ് ഒഫിഷ്യോ മെമ്പർമാരല്ല. അപ്പോൾ എക്സ് ഒഫിഷ്യോ മെമ്പർ ആയ ആൾക്കാരെ നമ്മൾ പഠിച്ചിരുന്നാൽ അല്ലാത്തതാരെന്ന് അതിൽ നിന്ന് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഓക്കെ, 3 പേരാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫിഷ്യോ മെമ്പർമാരായിട്ടുള്ളത്. മൗലിക അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടനാ ഭാഗം ഏത്? ഭാഗം 3. ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം ഏത്? ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലിക അവകാശം സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന കോടതി ഏത്? മജിസ്ട്രേറ്റ് കോടതി അല്ലെങ്കിൽ സെഷൻസ് കോടതിയാണ് ക്രിമിനൽ കേസുകൾ കൈകാര്യം ചെയ്യുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? ഇന്ത്യൻ ഭരണഘടനയിൽ ഏകീകൃത സിവിൽ കോഡ് പരാമർശിച്ചിരിക്കുന്ന വകുപ്പ് ഏത്? വകുപ്പ് 44. 2003-ലെ 89-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്ത്? 2003-ലെ 89-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി പട്ടികവർഗക്കാർക്കായി പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചതാണ്. 2003-ലെ 89-ാം ഭരണഘടനാ ഭേദഗതിയുടെ പ്രസക്തി എന്താണ്? പട്ടികവർഗക്കാർക്കായിട്ട് പ്രത്യേക ദേശീയ കമ്മീഷൻ രൂപീകരിച്ചു. മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ്? സോരൻ സിംഗ് കമ്മിറ്റിയുടെ അല്ലെങ്കിൽ സോരൻ സിംഗ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരമാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത്.
റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമായിരിക്കുന്നു? റിട്ടുകൾ പുറപ്പെടുവിക്കാനുള്ള അധികാരം ആർക്കാണുള്ളത്? കോടതികൾക്കാണ് ഉള്ളത്. ഭരണഘടനയുടെ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പൗരത്വവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇപ്പോഴത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ ആര്? ജസ്റ്റിസ് BS ചൗഹാനാണ്. ജസ്റ്റിസ് BS ചൗഹാനാണ് ഇപ്പോഴത്തെ നിയമ കമ്മീഷൻ ചെയർമാൻ. ഭരണഘടനയുടെ 24-ാം അനുച്ഛേദം വിശദമാക്കുന്നത് എന്താണ്? ബാലവേല നിരോധനം. തിരിച്ചും ചോദിച്ചിട്ടുണ്ട്. ബാലവേല നിരോധനവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏത്? ആർട്ടിക്കിൾ 24 ഏത് ഭേദഗതി അനുസരിച്ചിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ഏത് ആണ്? 42-ാം ഭേദഗതി അനുസരിച്ചിട്ടാണ് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിദേശ ഭാഷ ഏത്? ഭരണഘടനയുടെ 8-ാം പട്ടികയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന വിദേശ ഭാഷ നേപ്പാളി ഭാഷയാണ്. ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചിട്ടാണ് രാഷ്ട്രപതി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്? 352-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ്. 352-ാം വകുപ്പ് അനുസരിച്ചിട്ടാണ് ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഭരണഘടനാ പ്രകാരം ലോകസഭയിലെ പരമാവധി അംഗസംഖ്യ എത്ര? 552 ലോക്സഭയിലെ പരമാവധി അംഗസംഖ്യ എന്ന് പറയുന്നത്. ലോക്സഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് ആര്? ലോക്സഭയിൽ അവിശ്വാസ പ്രമേയത്തിന് നോട്ടീസ് നൽകുന്നത് പ്രതിപക്ഷമാണ്. ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം ഏത്? ഭക്ഷ്യസുരക്ഷാ നിയമം പാർലമെന്റ് പാസാക്കിയത് 2013 സെപ്റ്റംബർ 12-നാണ്. 2013 സെപ്റ്റംബർ 12-ന്. കേരളത്തിൽ സേവനാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് ഓൾറെഡി നമ്മൾ പറഞ്ഞു. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 2012 നവംബർ 1-നാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ ആര്? സുഗതകുമാരിയാണ്. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ ആദ്യ അധ്യക്ഷൻ സുഗതകുമാരി. ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് എന്ന്? ഗാർഹിക പീഡനത്തിൽ നിന്നും സ്ത്രീകൾക്ക് സംരക്ഷണം നൽകുന്ന നിയമം നിലവിൽ വന്നത് 2006 ഒക്ടോബർ 26-നാണ്. 2006 ഒക്ടോബർ 26-ന്. പട്ടികവർഗ ക്ഷേമ കാര്യങ്ങൾക്കായി ഒരു പ്രത്യേക മന്ത്രി നിർബന്ധമായും ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന നിഷ്കർഷിക്കുന്ന സംസ്ഥാനം ഏതാണ്? മധ്യപ്രദേശാണ്. പട്ടികവർഗ ക്ഷേമ കാര്യങ്ങൾക്കായിട്ട് ഒരു പ്രത്യേക മന്ത്രി ഉണ്ടായിരിക്കണമെന്ന് ഭരണഘടന പറയുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ്. ലോക്സഭയിൽ പട്ടികവർഗക്കാർക്ക് സംവരണം ചെയ്തിരിക്കുന്ന മണ്ഡലങ്ങളുടെ എണ്ണം എത്ര? 47 47 മണ്ഡലങ്ങളാണ് ലോക്സഭയിൽ പട്ടികവർഗക്കാർക്ക് വേണ്ടിയിട്ട് സംവരണം ചെയ്തിരിക്കുന്നത്. ദേശീയ മനുഷ്യാവകാശ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? രാഷ്ട്രപതിയാണ്. ദേശീയ മനുഷ്യാവകാശ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതി. വിവരാവകാശ നിയമപ്രകാരം തെറ്റായ മറുപടി നൽകി ഉദ്യോഗസ്ഥന്റെ മേൽ ശരിയായ മറുപടി നൽകുന്നത് വരെയുള്ള കാലയളവിൽ ഓരോ ദിവസവും എത്ര രൂപ പിഴ ചുമത്താൻ വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്? എത്ര? 250 രൂപ വെച്ചിട്ട് ഓരോ ദിവസവും പിഴ ചുമത്താനായിട്ട് വിവരാവകാശ കമ്മീഷന് അധികാരമുണ്ട്. സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കപ്പെട്ട ഭാഗം ഏത്? ഓൾറെഡി നമ്മൾ പറഞ്ഞു. മൗലിക കടമകളാണ്. മൗലിക കടമകൾ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ പൗരന്മാർക്ക് ഉറപ്പ് നൽകുന്ന മൗലിക അവകാശങ്ങളുടെ എണ്ണം എത്ര? 6 6 മൗലിക അവകാശങ്ങളാണ് ഉള്ളത്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമം ഏത്? സേവനാവകാശ നിയമമാണ്. ഓരോ സർക്കാർ ഓഫീസും നൽകുന്ന സേവനങ്ങൾ എത്ര കാലപരിധിക്കുള്ളിൽ നൽകണമെന്ന് അനുശാസിക്കുന്ന നിയമമാണ് സേവനാവകാശ നിയമം. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1992. ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യയുടെ ഭരണഘടന അംഗീകരിച്ച തീയതി എന്ന് നവംബർ 26, 1948. നവംബർ 26, 1948. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലികാവകാശങ്ങൾ ഏത് ഭരണഘടനയുടെ മാതൃകയാക്കിയാണ് തയ്യാറാക്കിയിരിക്കുന്നത്? അമേരിക്കയുടെ ഭരണഘടനയെ മാതൃകമാക്കിയിട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത്. വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് 2010.
ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് രാഷ്ട്രപതിയാണ്. ഇന്ത്യയുടെ പ്രഥമ പൗരൻ ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിട്ടുള്ളത് നിർദ്ദേശക തത്വങ്ങളിലാണ്. രാഷ്ട്രം പിന്തുടരേണ്ട മഹത്തായ ആശയങ്ങളും മാർഗങ്ങളും ലക്ഷ്യങ്ങളും പ്രതിപാദിച്ചിരിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളിലാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ നിലവിൽ വന്നതെന്ന്. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകൾ നിലവിൽ വന്നത് 1976 സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥൻ ആര്? സർക്കാരിന്റെ വരവ് ചെലവ് കണക്കുകൾ പരിശോധിക്കാൻ നിയമിതനായ ഉദ്യോഗസ്ഥനാണ് CAG അഥവാ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നതെന്ന് 2005 വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത്. കേരള നിയമസഭയിലെ ഇപ്പോഴത്തെ ആംഗ്ലോ ഇന്ത്യൻ പ്രതിനിധി ആര്? ജോൺ ഫെർണാണ്ടസ് ആണ്. ജോൺ ഫെർണാണ്ടസ്. ലോകസഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷം വഹിക്കുന്നത് ആര്? ലോക്സഭയുടെയും രാജ്യസഭയുടെയും സംയുക്ത സമ്മേളനത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് ലോക്സഭാ സ്പീക്കറാണ്. ലോക്സഭാ സ്പീക്കർ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? റിട്ടയർഡ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. ഇന്ത്യയിൽ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം 1993. 1993 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ നിർബന്ധമാക്കിയ സംസ്ഥാനം ഗുജറാത്താണ്. തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യൽ നിർബന്ധമാക്കിയ സംസ്ഥാനം ഗുജറാത്ത്. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയ വർഷം 2005. ദേശീയ തൊഴിലുറപ്പ് നിയമം പാർലമെന്റ് പാസാക്കിയത് 2005. കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രി ആര്? നിലവിൽ രമേശ് പൊക്രിയാലാണ് കേന്ദ്ര മാനവ വിഭവശേഷി വികസന മന്ത്രി. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത് ആരാണ്? ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖം എഴുതി തയ്യാറാക്കിയത്. ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത് ആർക്കാണ്? ഡെപ്യൂട്ടി സ്പീക്കർക്കാണ് ലോക്സഭാ സ്പീക്കർ തന്റെ രാജിക്കത്ത് നൽകേണ്ടത്. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണം ഏത്? ദേശീയ വനിതാ കമ്മീഷന്റെ പ്രസിദ്ധീകരണമാണ് രാഷ്ട്ര മഹിള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആര്? ആന്റണി ഡൊമിനിക് ആണ് നിലവിലെ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനം ഏത്? ജനഹിത പരിശോധനയാണ്. വളരെ പ്രധാനപ്പെട്ട പൊതുപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ തീരുമാനം അറിയിക്കുവാനുള്ള സംവിധാനമാണ് ജനഹിത പരിശോധന. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം ഏത്? മണിപ്പൂരാണ്. പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ തിരഞ്ഞെടുപ്പ് നടത്തിയ ഇന്ത്യയിലെ ആദ്യത്തെ പ്രദേശം മണിപ്പൂര്. ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായി സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം ഏത്? ലോക്സഭയിൽ പട്ടികജാതി പട്ടികവർഗ ജനവിഭാഗങ്ങൾക്കായിട്ട് സീറ്റുകൾ സംവരണം ചെയ്തിരിക്കുന്നതുമായി ബന്ധപ്പെട്ട അനുച്ഛേദം 330 330 ആർട്ടിക്കിളിലാണ് അതിനെപ്പറ്റി പറയുന്നത്. ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത് എവിടെ? ഗ്രാമസഭയിലാണ് ഒരു ഗ്രാമത്തിന്റെ വികസന പദ്ധതികൾ തയ്യാറാക്കുന്നത്. സ്ത്രീധന നിരോധന നിയമം പാസാക്കപ്പെട്ട വർഷം 1961 സ്ത്രീധന നിരോധന നിയമം പാസാക്കപ്പെട്ടത്. കേരള സർക്കാരിന്റെ ഏറ്റവും വലിയ വരുമാന മാർഗം ഏത്? കേരള സർക്കാരിൻ്റെ ഏറ്റവും വലിയ വരുമാന മാർഗം വിൽപ്പന നികുതിയാണ്. നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം ഏത്? നമ്മുടെ ജനാധിപത്യത്തിൻ്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്ന നിയമം വിവരാവകാശ നിയമമാണ്. വിവരാവകാശ നിയമം. ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ ആര്? ജയന്തി പട്നായിക് ആണ് ദേശീയ വനിതാ കമ്മീഷന്റെ പ്രഥമ അധ്യക്ഷ. ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം. ഇതൊരു കൺഫ്യൂസ്ഡ് ക്വസ്റ്റ്യൻ ആണ്. പല ആൾക്കാരും പല ഓപ്ഷൻസും പിക്ക് ചെയ്തൊരു ക്വസ്റ്റ്യൻ ആണ്. കറക്റ്റ് ആൻസർ 1947. ഇന്ത്യക്ക് എന്ന് സ്വാതന്ത്ര്യം കിട്ടിയോ അത് ഇന്ത്യയിൽ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ഒരേ അവകാശത്തോടെ തന്നെയാണ് സ്വാതന്ത്ര്യം കിട്ടിയത്. സോ ഇന്ത്യയിൽ സ്ത്രീകൾക്ക് വോട്ടവകാശം കിട്ടിയ വർഷം 1947. ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി എത്ര? 35 വയസ്സാണ് ഗവർണർ
ഗവർണറായി നിയമിക്കപ്പെടുന്നതിനുള്ള കുറഞ്ഞ പ്രായപരിധി. ഇന്ത്യൻ ഭരണഘടനയ്ക്ക് ഔദ്യോഗിക അംഗീകാരം ലഭിച്ച നവംബർ 26 ഏത് ദിനമായി ആചരിക്കുന്നു? ഭരണഘടനാ ദിനമായിട്ടാണ് നവംബർ 26 ആചരിക്കുന്നത്. അഴിമതി തടയാൻ സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ട വർഷം ഏത്? 1964 സെൻട്രൽ വിജിലൻസ് കമ്മീഷൻ എന്ന സ്ഥാപനം രൂപം കൊണ്ടത്. ലോക്സഭ രൂപീകൃതമായ വർഷം 1952. തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി എത്ര? 6 വർഷമാണ് തിരഞ്ഞെടുക്കപ്പെടുന്ന രാജ്യസഭാ അംഗത്തിന്റെ കാലാവധി. ലോക്സഭയിലെ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ആര്? ലോക്സഭയിൽ നിലവിലെ ഡെപ്യൂട്ടി സ്പീക്കർ ഇല്ല. ലാസ്റ്റ് ഡെപ്യൂട്ടി സ്പീക്കർ ചോദിക്കുകയാണെങ്കിൽ സ്നേഹലത ശ്രീവാസ്തവയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനാണ്. ലോക്സഭയിലെ ആദ്യ പ്രതിപക്ഷ നേതാവ് AK ഗോപാലനാണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആര്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ. തനിക്ക് അവകാശമില്ലാത്ത പദവിയിൽ ഒരാൾ കയറി പറ്റുകയോ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയോ ചെയ്താൽ അതിൽ പരാതിയുള്ളവർക്ക് ഉപയോഗിക്കുന്ന റെട്ടാണ് കോ വാറന്റോ. എന്തധികാരം? തനിക്ക് അവകാശമില്ലാത്ത പദവിയിൽ ഒരാൾ കയറി പറ്റുകയോ ഇല്ലാത്ത അധികാരം പ്രയോഗിക്കുകയോ ചെയ്താൽ അവിടെ നമുക്ക് എന്ത് ചോദിക്കാം? കോ വാറന്റോ, എന്തധികാരം ചോദിക്കാം. അപ്പോൾ കോ വാറന്റോ എന്ന റിട്ടാണ് ആൻസർ. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള കോടതി ഏത്? മുൻസിഫ് കോടതിയാണ്. സിവിൽ കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഏറ്റവും താഴെ തട്ടിലുള്ള കോടതിയാണ് മുൻസിഫ് കോടതി. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അനുശാസിക്കുന്ന ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ ഏത്? 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് അനുശാസിക്കുന്ന ഭരണഘടനാ ആർട്ടിക്കിള്. പിന്നീട് സമ്മേളിക്കുന്നതിനായി സഭാ സമ്മേളനം നിർത്തിവെക്കുന്ന നടപടി ഏത് പേരിൽ അറിയപ്പെടുന്നു? പ്രൊറോഗേഷൻ എന്നാണ് അറിയപ്പെടുന്നത്. പ്രൊറോഗേഷൻ എന്നറിയപ്പെടുന്നത് എന്താണ്? പിന്നീട് സമ്മേളിക്കുന്നതായിട്ട് സഭാ സമ്മേളനം നിർത്തിവെക്കുന്ന നടപടിയാണ്. ആരാണ് ഇപ്പോഴത്തെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ? ഇപ്പോഴത്തെ കേരള സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണർ ബി ഭാസ്കരനാണ്. ബി ഭാസ്കരൻ. ലോക്സഭ ഏത് വർഷമാണ് അറ്റോമിക എനർജി ഭേദഗതി ബിൽ പാസാക്കിയത്? ലോക്സഭ ഏത് വർഷമാണ് അറ്റോമിക എനർജി ഭേദഗതി ബിൽ പാസാക്കിയത്? 2015. പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാൻ അധികാരം ആർക്കാണ്? രാഷ്ട്രപതിക്കാണ് പാർലമെന്റിൽ സംയുക്ത സമ്മേളനം വിളിച്ചുകൂട്ടാൻ അധികാരം. കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നതെന്ന് 2007 കുട്ടികളുടെ അവകാശ സംരക്ഷണം ലക്ഷ്യം വെച്ചുകൊണ്ട് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിലവിൽ വന്നത്. സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നതാര്? ഗവർണറാണ് സംസ്ഥാന ഇലക്ഷൻ കമ്മീഷണറെ നിയമിക്കുന്നത്. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്ത ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. ലോകായുക്ത ആദ്യമായി നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്ര. പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക് ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലെ വിഷയമാണ്? യൂണിയൻ ലിസ്റ്റിലെ വിഷയമാണ് പോസ്റ്റ് ഓഫീസ് സേവിങ്സ് ബാങ്ക്. ഓക്കെ. ലോക്സഭാ സ്പീക്കർ രാജി സമർപ്പിക്കുന്നത് ഡെപ്യൂട്ടി സ്പീക്കർക്കാണ്. ഓൾറെഡി പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏത്? അനുച്ഛേദം 338 338 പ്രകാരമാണ് പട്ടികജാതി കമ്മീഷൻ രൂപീകരണവുമായി ബന്ധപ്പെട്ട ഭരണഘടനയുടെ അനുച്ഛേദം വരുന്നത്. ഗാർഹിക പീഡന നിയമം പ്രാബല്യത്തിൽ വന്നത് 2006. ദേശീയ വനിതാ കമ്മീഷൻ നിലവിൽ വന്നത് 1992. 1976 എത്രാമത്തെ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് മൗലിക കടമകൾ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? 42ാം ഭേദഗതിയിലൂടെയാണ്. ഭരണഘടനാ നിർമ്മാണ സഭയിൽ നാട്ടുരാജ്യങ്ങളിൽ നിന്നുള്ള അംഗങ്ങളുടെ എണ്ണം എത്ര? 93 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ എത്രാം വകുപ്പാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 324 വകുപ്പിലാണ് തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കുറിച്ച് പറയുന്നത്. ഒരു വിദേശ പൗരന് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഇന്ത്യയിൽ ചുരുങ്ങിയത് എത്ര വർഷം താമസിക്കണം? 5 വർഷം താമസിക്കണം. ഒരു വിദേശ പൗരന് ഇന്ത്യൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ ഇന്ത്യയിൽ ചുരുങ്ങിയത് 5 വർഷം താമസിക്കണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന്
വേണ്ടിയുള്ള നിയമം നിലവിൽ വന്ന വർഷം ഏത്? 1989. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി നിയമം നിലവിൽ വന്നത് 1989. ഇന്ത്യയുടെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആര്? ബിമൽ ജുൽക്കയാണ് ഇന്ത്യയിലെ നിലവിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. രാഷ്ട്രപതി സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് ആർക്ക്? അല്ലെങ്കിൽ രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്ത പ്രധാനമന്ത്രി മൊറാർജി ദേശായി ആണ് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നീക്കം ചെയ്തത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ച് ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്? ആർട്ടിക്കിൾ 330 മുതൽ 340 വരെയുള്ള വകുപ്പുകൾ പറയുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളെക്കുറിച്ചുള്ള വകുപ്പുകളാണ്. ലോക്സഭാ അംഗങ്ങളുടെ നിലവിലെ എണ്ണം എത്ര? 545 ആണ് ലോക്സഭാ അംഗങ്ങളുടെ എണ്ണം. ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കപ്പെടുന്നത് ഏത് ഭരണഘടനാ വകുപ്പ് അനുസരിച്ചിട്ടാണ്? ആർട്ടിക്കിൾ 214 വകുപ്പ് അനുസരിച്ചിട്ടാണ് ഇന്ത്യയിൽ ഹൈക്കോടതികൾ സ്ഥാപിക്കപ്പെടുന്നത്. ദേശീയ ഭക്ഷ്യസുരക്ഷാ ബിൽ ലോക്സഭ പാസാക്കിയതെന്ന്? 2013 ഓഗസ്റ്റ് 26 ദേശീയ ഭക്ഷ്യസുരക്ഷാ ബില്ല് ലോക്സഭ പാസാക്കിയത്. ഇന്ത്യൻ ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പരാമർശിക്കുന്നത് നിർദ്ദേശക തത്വങ്ങളാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ 36 മുതൽ 51 വരെയുള്ള അനുച്ഛേദങ്ങളിൽ പറയുന്നത് നിർദ്ദേശക തത്വങ്ങൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ അംഗം ആര്? പ്രീതം മുണ്ടയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം നേടിയ അംഗം. ദേശീയ ഹരിത ട്രൈബ്യൂണൽ അധ്യക്ഷൻ ആര്? ആദർശ് കുമാർ ഗോയലാണ് നിലവിലെ ദേശീയ ഹരിത ട്രൈബ്യൂണൽ അധ്യക്ഷൻ. ആരാണ്? ആദർശ് കുമാർ ഗോയൽ. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളിൽ ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഭാഷ സംസ്കൃതം ഭാഷയാണ്. ഭരണഘടനയുടെ 8ാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന ഭാഷകളിൽ ഏറ്റവും കുറച്ച് ആളുകൾ സംസാരിക്കുന്ന ഭാഷ സംസ്കൃതം. കർഷകർക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചതെന്ന്? 2004 കർഷകർക്ക് വേണ്ടിയുള്ള ദേശീയ കമ്മീഷൻ രൂപീകരിച്ചത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്ന വർഷം 2010 ഇന്ത്യയിൽ വിദ്യാഭ്യാസ അവകാശ നിയമം നിലവിൽ വന്നത്. സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായുള്ള നിയമം ഏത്? ഗാർഹിക പീഡന നിരോധന നിയമമാണ് സ്ത്രീകളുടെ അവകാശ സംരക്ഷണത്തിനായിട്ടുള്ള നിയമം. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിയമസഹായവും നിയമസേവനവും ലഭിക്കുന്ന നിയമം നിയമസേവാ അതോറിറ്റി നിയമമാണ്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നിയമസഹായവും നിയമസേവനവും ലഭിക്കുന്ന നിയമമാണ് നിയമസേവാ അതോറിറ്റി നിയമം. വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം സുരക്ഷിതവും ഭദ്രവുമാക്കുവാനും നിയന്ത്രിക്കുവാനും വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് നടപ്പിലാക്കിയ നിയമമാണ് വിവരസാങ്കേതിക നിയമം. വിവരസാങ്കേതിക വിദ്യയുടെ ഉപയോഗം സുരക്ഷിതവും ഭദ്രവുമാക്കുവാനും നിയന്ത്രിക്കുവാനും വേണ്ടി ഇന്ത്യൻ പാർലമെന്റ് നടപ്പാക്കിയ നിയമമാണ് വിവരസാങ്കേതിക നിയമം. വോട്ടിംഗ് പ്രായം 21 നിന്നും 18 കുറച്ച ഇന്ത്യൻ ഭരണഘടനാ ഭേദഗതി 61ാം ഭേദഗതിയാണ്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷകന് ഇൻഫർമേഷൻ ഓഫീസർ പരമാവധി എത്ര ദിവസത്തിനകം വിവരം നൽകണം? 30 ദിവസത്തിനകം വിവരം നൽകണം. സ്ത്രീ ബാലപീഡ കേസുകൾ വിചാരണ ചെയ്യാൻ ഇന്ത്യയിലെ ആദ്യത്തെ ഫാസ്റ്റ് ട്രാക്ക് കോടതി ആരംഭിച്ചത് എവിടെ? കൊച്ചിയിലാണ് സ്ത്രീ ബാല പീഡന കേസുകൾ വിചാരണ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് ഫാസ്റ്റ് ട്രാക്ക് കോടതി ഇന്ത്യയിൽ ആരംഭിച്ചത്. വിവരസാങ്കേതിക നിയമം 2000 പ്രകാരം സൈബർ കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷ എന്ത്? 5 വർഷം വരെ തടവും 10 ലക്ഷം രൂപ വരെ പിഴയുമാണ്. എന്താണ്? കുറ്റകൃത്യം ആവർത്തിക്കുകയാണെങ്കിൽ ലഭിക്കാവുന്ന ശിക്ഷയാണിത്. മാനഭംഗ കേസുകളിൽ നിയമപരമായി നൽകാവുന്ന ശിക്ഷകളെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ ചെയർമാൻ ആര്? ജസ്റ്റിസ് JS വർമ്മയാണ്. മാനഭംഗ കേസുകളിൽ നിയമപരമായി നൽകാവുന്ന ശിക്ഷകളെക്കുറിച്ച് പഠിക്കാനായി ഇന്ത്യ ഗവൺമെന്റ് നിയമിച്ച കമ്മീഷന്റെ ചെയർമാനാണ് ജസ്റ്റിസ് JS വർമ്മ. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന തുകയുടെ പരിധി എത്ര? 40 ലക്ഷം രൂപയാണ്. ലോക്സഭയിലേക്ക്
സീറ്റുകളിലേക്കുള്ള തിരഞ്ഞെടുപ്പിൽ കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ സ്ഥാനാർത്ഥികൾക്ക് ചെലവഴിക്കാവുന്ന തുകയുടെ പരിധിയാണ് 40 ലക്ഷം രൂപ. വിവരാവകാശ നിയമപ്രകാരം സമർപ്പിക്കേണ്ട അപേക്ഷയിൽ പതിക്കേണ്ടത് എത്ര രൂപയുടെ കോഡ് ഫീസ് സ്റ്റാമ്പാണ്? 10 രൂപയുടെ സ്റ്റാമ്പാണ്. തൊട്ടുകൂടായ്മ നിയമവിരുദ്ധവും ശിക്ഷാർഹവുമായത് ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരം? ആർട്ടിക്കിൾ 17 പ്രകാരം. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞനാര്? BN റാവു ആണ്. ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണ സഭ രൂപം നൽകിയ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ഉപദേഷ്ടാവായി പ്രവർത്തിച്ച നിയമജ്ഞൻ BN റാവു. സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1987 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം ഏത്? സതി നിരോധന നിയമമാണ് സ്ത്രീകളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി 1987 ഇന്ത്യയിൽ നടപ്പിലാക്കിയ നിയമം. ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഏത് രാജ്യത്തെ ഭരണഘടനയിൽ നിന്നാണ് സ്വീകരിച്ചത്? അയർലൻഡിൽ നിന്നാണ് സ്വീകരിച്ചത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോൾ 8 ഷെഡ്യൂളുകളാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? 12 ഷെഡ്യൂളുകളാണുള്ളത്. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വരുമ്പോൾ മൊത്തം 8 ഷെഡ്യൂൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 12 ആണ് ഉള്ളത്. രാഷ്ട്രപതിക്ക് സത്യവാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ്. കേരളത്തിൽ എത്ര ലോക്സഭാ മണ്ഡലങ്ങളുണ്ട്? കേരളത്തിൽ മൊത്തം 20 ലോക്സഭാ മണ്ഡലങ്ങളാണ് ഉള്ളത്. ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം 1951. 73-ാം ഭരണഘടനാ ഭേദഗതി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? പഞ്ചായത്തി രാജുമായിട്ടാണ് 73-ാം ഭരണഘടനാ ഭേദഗതി ബന്ധപ്പെട്ടിരിക്കുന്നതിൽ. ഇന്ത്യയിൽ എത്ര തരം പൗരത്വമാണ് ഉള്ളത്? ഇന്ത്യയിൽ ഒരു തരം പൗരത്വം മാത്രമേ ഉള്ളൂ. ഏക പൗരത്വമാണ് ഇന്ത്യയുടെ പ്രത്യേകത. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 2014 മുതൽ 2020 വരെ ലേറ്റസ്റ്റ് എക്സാം വരെ ചോദിച്ചിട്ടുള്ള ഭരണഘടനാ നിയമങ്ങൾ കമ്മീഷനുകളിൽ നിന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ്. അപ്പോൾ കൂടുതൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ചാനലിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഇനി മുതൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് ഓൾ എന്നുള്ളത് സെലക്ട് ചെയ്യുക. താങ്ക് യു. ഓൾ ദി ബെസ്റ്റ്.